നമസ്കാരം. സനയിൽ വെച്ച് ഒരു പുരുഷനിൽ നിന്നും ഒരു ഗൈഡിൽ നിന്നും പീഡനമേറ്റ വനിതാ വ്ളോഗറുടെ കഥ സോഷ്യൽ മീഡിയയിൽ വൈറലായി പോകുന്നുണ്ട്. നമ്മുടെ പഴയ മലയാളം സിനിമകളിൽ ചാരിത്രം നഷ്ടപ്പെട്ടാലുടനെ എൻ്റെ ചേട്ടാ എനിക്കിനി നിനക്ക് നൽകുവാനൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഭർത്താവിനോടോ കാമുകന് വേണ്ടി ഒരു കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന നായകന്മാരുടെ സ്ഥിരം കഥാപാത്രങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ വ്ളോഗർ ആ ഒരു അവസ്ഥ നേരിട്ടപ്പോൾ അവർ മാനസികമായി എടുത്ത ആ തീരുമാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചില സമയത്ത് മാനത്തേക്കാൾ വലുതാണ് ജീവൻ. അതെ, നമ്മുടെ അഭിമാനത്തെക്കാളും മാനത്തെക്കാളും പലപ്പോഴും നമ്മുടെ ജീവൻ വളരെ വിലയേറിയതാണ്. ആ ഒരു ഇത് വാക്ക് ഉൾക്കൊണ്ട് അവരെടുത്ത ആ തീരുമാനത്തെ ഞാൻ അങ്ങേ അഭിനന്ദിക്കുന്നു. പണ്ടൊരിക്കൽ കമലാ സുരയ്യ പറഞ്ഞിട്ടുണ്ട്, റേപ്പ് ചെയ്യപ്പെട്ടാൽ വിഷമിക്കരുത്, കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് കഴുകി കളഞ്ഞാൽ പോകുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇത്തരം അവസരങ്ങളെ എങ്ങനെ അനായാസമായി മാനസിക ധൈര്യത്തോടെ നേരിടണം എന്നുള്ളത് സുരയ്യ പണ്ട് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞരമ്പോളികൾ വന്ന് മാധ്യമ വിചാരണ ആ സ്ത്രീയെ ചെയ്യുന്നുണ്ടെങ്കിലും അവരെടുത്ത തീരുമാനത്തിനൊപ്പമാണ് ഞാൻ. നന്ദി, നമസ്കാരം.